6-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം പറയാനുണ്ട് തമിഴ്നാട്ടിലെ മഹാബലിപുരത്തിന്. നിരവധി അത്ഭുതക്കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പൈതൃക നഗരമാണ് മഹാബലിപുരം. കല്ലിൽ കൊത്തിവെച്ച ചരിത്രത്തിന്റെ നാട് എന്ന വിശേഷണമായിരിക്കും മഹാബലിപുരത്തിന് ചേരുക. എവിടെ നോക്കിയാലും കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ചരിത്രം കാണാനാവും. രണ്ടു തരത്തിൽ മഹാബലിപുരം ആസ്വദിക്കാം. ആദ്യമായി ഇവിടത്തെ കല്ലിലെ വിസ്മയങ്ങൾ കണ്ട് അതിനു മുന്നിൽ നിന്ന് സെൽഫികളെടുത്ത് മടങ്ങാം. കുട്ടികളടക്കമുള്ളവർക്ക് ഇവിടത്തെ കല്ലിൽ തീർത്ത സ്മാരകങ്ങളുടെ കാഴ്ചകൾ ഇഷ്ടപ്പെടും. വിചിത്രമായ രൂപങ്ങൾ കാണുക എന്നതിലുപരി കല്ലുകൾക്ക് പിന്നിലെ കഥകൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനു പുറമെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ നിന്നുള്ള കടൽക്കാഴ്ചകളും സന്ദർശകർ കണ്ടു മടങ്ങുന്നു. രണ്ടാമത്, ചരിത്രം മനസ്സിലാക്കി സന്ദർശനം നടത്തുക എന്നതാണ്. ഇവിടത്തെ ഓരോ കല്ലിനും ചരിത്രകഥകൾ പറയാനുണ്ട്. ഓരോ ഭാഗവും നന്നായി നോക്കി അത് കൃത്യമായി മനസ്സിലാക്കി തിരികെ മടങ്ങാം. ചരിത്രത്തിൽ താൽപ്പര്യമുള്ളവർ ഉറപ്പായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് മഹാബലിപുരം. മഹാബലിപുരത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ ഷോർ ടെമ്പിളാണ്. ബംഗാൾ ഉൾക്കടലുമായി മുഖാമുഖം നിൽക്കുന്നതിനാലാണ് ഷോർ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. തമിഴരുടെ ഇടയിൽ കടൽക്കരൈ കോയിൽ എന്നും അറിയപ്പെടും. 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിലെ വാസ്തുവിദ്യയും ശില്പങ്ങളും എപ്പോഴും വിസ്മയക്കാഴ്ചയാണ്. അന്നത്തെ തിരക്കുപിടിച്ച തുറമുഖത്തിന്റെ സ്ഥലത്താണ് പല്ലവ രാജാവായ നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്ത് ഈ ക്ഷേത്രം പണിതത്. ദക്ഷിണേന്ത്യയിലെ കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ഷോർ ടെമ്പിൾ. ക്ഷേത്രത്തിന്റെ വാസ്തുശാസ്ത്ര വിദ്യ അതിശയിപ്പിക്കും. പാറകൾ തുറന്ന് നിർമ്മിച്ചിരിക്കുന്ന ഗുഹാക്ഷേത്രങ്ങൾ കാണാനും അതിനു മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്താനും ഏറെ ഇഷ്ടമാണ് മഹാബലിപുരത്തെത്തുന്ന സന്ദർശകർക്ക്. ഗുഹയിലെ ചുമരുകളിലും തൂണുകളിലും കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളും പഴയ കഥകൾ പറഞ്ഞുതരും. ഇവിടെയില്ലാത്ത ദൈവങ്ങളുടെ ശില്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. മഹിഷാസുരനെ വധിക്കുന്ന ദുർഗാദേവി, മഹാവിഷ്ണുവിന്റെ അന്തശയനം, ശിവനും പാർവതിയും, മുരുകൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദൈവങ്ങളുടെ വിവിധ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വരാഹക്ഷേത്രമാണ് പിന്നെ ശ്രദ്ധേയമായിട്ടുള്ളത്. മഹാവിഷ്ണുവിന്റെ അവതാരമായ വരാഹവും വാമനനുമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ഇതിൽ വരാഹമൂർത്തിയുടെ ശില്പമാണ് ആകർഷകമായിട്ടുള്ളത്. ദൈവങ്ങൾക്ക് സമീപമായി സിംഹം, കടുവ, ആന, മാന് തുടങ്ങിയ മൃഗങ്ങളുടെ ശില്പങ്ങളും കാണാനാവും. ചാലൂക്യ രാജാവ് പുലികേശന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ ഇവിടെയുണ്ടായിരുന്ന ശില്പങ്ങൾ പലതും തകർന്നുപോയിട്ടുണ്ട്. മഹാബലിപുരത്ത് പിന്നെ കാണാനുള്ളത് പഞ്ചരഥങ്ങളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 5 രഥങ്ങളെ അനുസ്മരിക്കുന്നതുപോലെയുള്ള 5 ക്ഷേത്രങ്ങളാണിവ. പഞ്ചപാണ്ഡവരായ അർജുനൻ, ഭീമൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ എന്നിവരുടെ പേരിൽ ഈ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവിടത്തെ പ്രതിഷ്ഠകൾ അവരുടേതല്ല. ശിവൻ, വിഷ്ണു, ഇന്ദ്രൻ, ബ്രഹ്മാവ്, ദുർഗാദേവി എന്നിവരാണ് പഞ്ചരഥങ്ങളിലെ പ്രതിഷ്ഠകൾ. ഷോർ ടെമ്പിളിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരം മാത്രമേ പഞ്ചരഥങ്ങളിലേക്കുള്ളൂ. ഇവിടെയുമുണ്ട് കല്ലിൽ തീർത്ത മനോഹര കാഴ്ചകൾ. ചുവരുകളിലും തൂണുകളിലും നൂറുകണക്കിന് ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ശില്പങ്ങളുടെ അർത്ഥവും അതിന് പിന്നിലെ കഥകളും മനസ്സിലാക്കി വേണം ഇവിടം നടന്നു കാണാൻ. ഇവിടത്തെ ബ്രഹ്മാവിന്റെയും ശിവന്റെയുമൊക്കെ ശില്പങ്ങൾ മറ്റെങ്ങും കാണാനാവാത്ത തരം വ്യത്യസ്ത ശൈലിയിലാണ് കൊത്തിയിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ തീർത്ത അതിഭീമമായ ശില്പമാണ് അർജുനന്റെ തപസ്. അർജുനാസ് പെനൻസ് എന്നാണ് ഈ ശില്പം അറിയപ്പെടുന്നത്. 15 മീറ്റർ ഉയരമുള്ള ശില്പമാണിത്. ഹിമാലയത്തിൽ തപസ്സു ചെയ്യുന്ന അർജുനനെയാണ് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് ചെറിയ ശില്പങ്ങളും കാണാം. ഇന്ത്യയിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച 6 ഓളം അതിശയങ്ങളിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ മഹാബലിപുരം ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ചെന്നൈക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന മഹാബലിപുരം ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം സ്മാരകങ്ങൾക്ക് പേരുകേട്ടതാണ്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പട്ട് ജില്ലയിലാണ് മഹാബലിപുരം സ്ഥിതി ചെയ്യുന്നത്. ഇത് മാമല്ലപുരം എന്നും അറിയപ്പെടുന്നു. വെണ്ണക്കല്ല്. എപ്പോൾ വേണമെങ്കിലും ഉരുണ്ടു നീങ്ങുന്ന രീതിയിൽ നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലാണ് വെണ്ണക്കൽ എന്നറിയപ്പെടുന്നത്. കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പാറക്കല്ലിന് വെണ്ണക്കൽ എന്നു പേരുവന്നത്. 9.6 അടി നീളവും 4.3 അടി ഉയരവുമുണ്ട് ഈ ഭീമൻ ശിലയ്ക്ക്. ദൈവങ്ങൾക്കൊപ്പം മനുഷ്യരുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ഈ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്.
മഹാബലിപുരത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കടൽ കാറ്റും വെയിലും ഏറ്റിട്ടും ഭംഗിക്കൊരു കോട്ടവും വരാത്ത മഹാബലിപുരത്തെ മഹാശില്പങ്ങൾ സന്ദർശകർക്ക് മികച്ച കാഴ്ചയാണ് സമ്മാനിക്കുന്നതെന്നതിൽ തർക്കമില്ല. ഈ നാട് സന്ദർശിക്കുന്നവർക്ക് നാളുകൾ പിന്നിട്ടാലും മനസ്സിൽ മായാത്ത അദ്ഭുതമായി തന്നെ നിലനിൽക്കും ഈ കാഴ്ചകൾ എന്നതിൽ തർക്കമില്ല. ചരിത്ര വിദ്യാർത്ഥികളും ശില്പകലയിൽ താൽപ്പര്യമുള്ളവരും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട നഗരമാണിത്. ചുട്ടുപൊള്ളുന്ന വെയിൽ വരുത്തിയ ക്ഷീണവും വിശപ്പിന്റെ വിളിയും കേട്ട് ശില്പങ്ങളോട് വിട പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. കാഴ്ചകൾ ഇനിയുമുണ്ട് മഹാബലിപുരത്ത്.